അതന്നെ അവന് മതി ശറഫൻ വ കറാമത്തൻ. ഒരു തവണ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു റഹ്മത്ത് കിട്ടിയാൽ തന്നെ റഹ്മത്ത് റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്ത്, ഒരു റഹ്മത്ത് തന്നെ അവർ ഭൂലോകം മുഴുവനും ശേഖരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ അത്യുത്തമമാണ് റബ്ബിന്റെ റഹ്മത്ത്. അപ്പോൾ അല്ലാഹു തആല ഒരു സ്വലാത്ത് ഈ മനുഷ്യനെ ചൊല്ലിയാൽ അല്ലെങ്കിൽ ചെയ്താൽ തന്നെ ഒരു റഹ്മത്ത് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ തന്നെ ഒരുപാട് ശറഫും കറാമത്തും ലഭ്യമായി. അപ്പോൾ ഫകൈഫ ബിഅശ്രി സ്വലവാത്തിൻ അലാ കുല്ലി സ്വലാത്തിൻ യുസല്ലിഹൽ മുസ്ലിമു അലാ നബിയിഹി, ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ബഹുമാനം എന്തായിരിക്കും? ذكره سيدنا الجامع لهذا الورد في الفاتحة. وقال السيد أحمد بن عطاء الله في كتابه, അഹമ്മദ് ബിൻ അത്താ ഇല്ലാഹി സിക്കന്ദരി അദ്ദേഹത്തിന്റെ താജുൽ ഉറൂസ് എന്ന് പറയുന്ന കിതാബിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മൻ ഫാതഹു കസ്റത്തു സിയാമി വൽ ഖിയാം, ഒരാൾക്ക് കൂടുതൽ നോമ്പെടുക്കുവാനും നിസ്കരിക്കുവാനും ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ശഗല നഫ്സുഹു ബിസ്സലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. ഫൈന്നക ലൗ ഫഅൽത ഫീ ഉംരിക കുല്ല തആത്തി സുമ്മ സല്ലല്ലാഹു അലൈക സലാത്തൻ വാഹിദതൻ, നിന്റെ ആയുഷ്കാലത്ത് ലൗ ഫഅൽത ഫീ ഉംരിക കുല്ല തആത്തിൻ, നീ എല്ലാ താഅത്തുകളും നിന്റെ ആയുഷ്കാലത്ത് പ്രവർത്തിക്കുകയും എന്നിട്ട് ഒരു ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ 70, 80, 90, 100 വർഷം അയാൾ ജീവിച്ച 100 വർഷം അയാൾക്ക് ഇബാദത്ത് എടുക്കുവാനുള്ള കഴിവുണ്ടായി കഴിഞ്ഞ് എന്നിട്ട് സുമ്മ സല്ലല്ലാഹു അലൈക സലാത്തൻ വാഹിദ, അവന്റെ മേൽ റബ്ബിന്റെ ഒറ്റ സലാത്ത് ഉണ്ടായി കഴിഞ്ഞാൽ റജഹത്ത്, ഈ ഒറ്റ സലാത്ത് അത് മികച്ചു നിൽക്കുന്നതാണ്. അലാ കുല്ലി മാ അമിൽത ഫീ ഉംരിക, മനുഷ്യ നിന്റെ ആയുഷ്കാലത്ത് നീ പ്രവർത്തിച്ച സർവ്വ ഇബാദത്തുകളെക്കാളും വലുത് റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഒറ്റ റഹ്മത്തായിരിക്കും, ഒറ്റ സലാത്തായിരിക്കും എന്ന് മഹാന്മാര് പറയുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അത്താ ഇല്ലാഹി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ താജുൽ ഉറൂസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഫകൈഫ ഇദാ സ്വല്ലാ അലൈക ബികുല്ലി സലാത്തിൻ അശ്റാ, ഓരോ സലാത്തിനും പകരം 10 സലാത്ത് റബ്ബിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു സലാത്ത് ചൊല്ലിയാൽ തന്നെ നിന്റെ ആയുഷ്കാലത്ത് മുഴുവൻ നീ ഇബാദത്തെടുത്ത ഇബാദത്തുകളെക്കാളൊക്കെയും മികച്ചു നിൽക്കുക റബ്ബിന്റെ ആ ഒറ്റ സലാത്തായിരിക്കും. അപ്പോൾ ഒരു 10 പ്രാവശ്യം നീ രാവിലെയും 10 പ്രാവശ്യം വൈകുന്നേരവും നീ പതിവാക്കി ചൊല്ലിയാൽ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആ റഹ്മത്തുകൾക്ക് എണ്ണം അത് തിട്ടപ്പെടുത്താൻ കഴിയുമോ? കമാ ജാ ഫിൽ ഹദീസ് സഹീഹ് വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ അലയ്യ 100 മറ, എന്റെ മേൽ 100 തവണ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഖലല്ലാഹു 100 ഹാജ, അല്ലാഹു തആല മനുഷ്യന്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചു കൊടുക്കുന്നതാണ്. ഏതാ 100 ആവശ്യങ്ങൾ? സലാസീന ഫിദ്ദുനിയ വസായിറുഹാ ഫിൽ ആഖിറ, അതിൽ 30 ആവശ്യം ദുനിയാവിലുള്ള ആവശ്യങ്ങളാണ്. വസായിറുഹാ ഫിൽ ആഖിറ, 70 ആവശ്യവും അല്ലാഹു എടുത്തു വെക്കുന്നത് ആഖിറത്തിലേക്കാണ്. ആ 70 ആവശ്യവും സ്വർഗ്ഗലോകം നൽകിക്കൊണ്ട് ആ റബ്ബിന്റെ ഭീതിജനകമായ ആ അന്തരീക്ഷത്തിൽ നിന്ന്, ഭയാനകമായ മഹ്ശറയുടെ വിപത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തി പടച്ചവന്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തുന്നതായ ആ ഘട്ടം അല്ലാഹു തആല അവന്റെ 70 റഹ്മത്തും അല്ലാഹു തആല ആഖിറത്തിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. വമൻ സല്ലാ അലാ കുല്ലി അലയ്യ കുല്ല യൗമിൻ വമൻ സല്ലാ അലയ്യ കുല്ല യൗമിൻ 500 തവണ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ മേൽ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ലം യഫ്തഖിർ അബദാ, അവൻ ഒരു കാലത്തും ദരിദ്രനാവുകയില്ല. എല്ലാ ഫഖീറത്തരത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അല്ലാഹുവിനെ മോചിപ്പിക്കുന്നതാണ് 500 സലാത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ. മാത്രമല്ല വഹദ്ദത്ത് ദുനൂബുഹു വമുഹിയത്ത് ഖതായാഹു, അവന്റെ സർവ്വ ദോഷങ്ങളും തകിട് പൊടിയാകുന്നതാണ്. ഹദ്ദത്ത് ദുനൂബുഹു, അവന്റെ ദോഷങ്ങളൊക്കെ തകിട് പൊടിയായി അത് മാറും, നശിച്ച് അത് നാമാവശേഷമായി തീരും. വമുഹിയത്ത് ഖതായാഹു, അവന്റെ പാപങ്ങളൊക്കെ മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ്. 500 തവണ അവന് കഴിയുന്ന നിലക്കുള്ള ഒരു സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം എന്നോ തുടങ്ങിയ സലാത്തുകൾ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും തകിടുപൊടിയാകുകയും അവന്റെ വൻദോഷങ്ങളൊക്കെ മായ്ക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണെന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് അത്താ ഇല്ലാഹി സിക്കന്ദരി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു. وجاء أن في الصلاة عليه تأثيرا في تقوية اليقين وفوائد الصلاة عليه صلى الله عليه وسلم لا تحصى
ഫയത്ലുബുഹാ മൻ അറാദഹാ മിൻ മൗദിഇഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചെല്ലുന്നതിന്റെ ബഹുമാനങ്ങൾ വിവരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു നോക്കി ആ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ 10 പ്രാവശ്യം രാവിലെയും 10 പ്രാവശ്യം വൈകുന്നേരവും സലാത്തുകൾ ചെല്ലുക. അതിന്റെ ബഹുമാനമാണ് നീ കേട്ടത്. ഒറ്റ സലാത്ത് ചെല്ലിയാൽ തന്നെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള 10 റഹ്മത്തുകളാണ് അവന് കിട്ടാൻ പോകുന്നത്. അതുപോലെ 100 വട്ടം ഒരു മനുഷ്യൻ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ 100 ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിക്കും. 30 ആവശ്യം ഇവിടെ വെച്ചും 70 ആവശ്യം ആഖിറത്തിൽ വെച്ചും. 500 പ്രാവശ്യം സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കാലത്തും അവൻ ദരിദ്രനാവുകയില്ല. അത് മാത്രമല്ല അവന്റെ സകല പാപങ്ങളും അത് തകിടുപൊടിയായി തീരുകയും ചെയ്യുന്നതാണെന്ന് ഈ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. അള്ളാഹു ആ നിലക്ക് ധാരാളം സലാത്തുകൾ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി മറ്റൊരു ദിക്റാണ് എന്ത്? 17ാമത്തെ ദിക്ർ. اللهم أنت ربي اللهم إني أسألك من فجأة الخير وأعوذ بك من فجأة الشر. لا ذكر الله. اللهم إني أسألك من فجأة الخير وأعوذ بك من فجأة الشر എന്ന ദിക്ർ. ലത്തീഫുള്ള ആളുകൾ നോക്കുക. അല്ലാത്ത ആരൊക്കെ ഇവിടെ അടിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അടിച്ച് അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നന്നായിരുന്നു. അപ്പോ ഈ ദിക്ർ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫുജിയത്തിൽ ഖൈരി വഅഊദു ബിക മിൻ ഫുജിയത്തി ശർറ്. പടച്ചവനെ പെട്ടെന്നുള്ള പെടുന്നനെയുള്ള അവിചാരിതമായ വരുന്ന ഖൈറുകൾ നിന്നോട് ഞാൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ അവിചാരിതമായ ശർറുകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയും ചെയ്യുന്നു. ഈ ദിക്റുകൾ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്ഉ ബിഹാദിഹി ദഅവതി ഇദാ അസ്ബഹ വഇദാ അംസാ. ഈ ദിക്റുകളെ അല്ലാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് രാവിലെയും വൈകുന്നേരവും. ബഹുമാനപ്പെട്ട ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സയ്യിദുൽ ഇസ്തിഗ്ഫാർ اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അതിമഹത്തായ ഒരു ദിക്റാണത്. അതിമഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറുകളുടെ ഹെഡ് എന്നാണ് ഇതിനെ പറയാ. ഇതിനെ ഇദാകാല ഹീന യുംസി ഫമാത ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ രാത്രി ഇത് ചൊല്ലി ആ രാത്രി അവൻ മരിച്ചു പോവുകയാണെങ്കിൽ സ്വർഗത്തിൽ അവൻ കടന്നു കഴിഞ്ഞു. ഔകാന മിൻ അഹ്ലിൽ ജന്ന. അതല്ലെങ്കിൽ അല്ലാഹു റസൂൽ പറഞ്ഞു അവൻ സ്വർഗവാസിയായി തീർന്നു എന്നാണ്. ഇദാകാല ഹീന യുസ്ബിഹു ഫമാത മിൻ യൗമിഹി. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ ഇതിനെ പറഞ്ഞു, എന്നിട്ട് ആ പകൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, അവൻ സ്വർഗാവകാശിയായി തീർന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിൽ സമാഹാരത്തിൽ റിപ്പോർട്ട് ചെയ്തതായ മഹത്തായ ഹദീസാകുന്നു ഈ ദിക്റിന്റെ ബഹുമാനം. അല്ലാഹുമ്മ അന്ത റബ്ബി, പടച്ചവനെ നീയാണ് എന്റെ രക്ഷിതാവ്. എത്ര അർത്ഥവത്തായ വാചകങ്ങളാണ് ഇതിൽ. ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു ആരാധനക്ക് അർഹതയുള്ള ആരുമില്ല. അല്ലാഹ് ഖലഖതനി, നീ എന്നെ പടച്ചല്ലോ. അല്ലാഹ് വഅനാ അബ്ദുക, അള്ളാഹുവിനോട് ഒരു മനുഷ്യന്റെ താഴ്മ, ഏറ്റവും വലിയ തവാദു ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അള്ളാഹുവെ നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. വഅനാ അലാ അഹദിക വവഅദിക മസ്തതഅത്, എനിക്ക് കഴിയുന്നത്ര നീ എന്നോട് കൽപ്പിച്ചതും നീ വിരോധിച്ചതും നിന്റെ അഹദും വഅദും ഒക്കെ ഞാൻ പാലിക്കുന്നു. അല്ലാഹ് എനിക്ക് കഴിയുന്നത്ര എല്ലാ നിലക്കും ജീവിക്കാൻ, തഖ്വ കൊണ്ട് ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. തഖ്വല്ലാഹ മസ്തതഅതും, അല്ലാഹു തആലാക്ക് നിങ്ങൾക്ക് കഴിയുന്നതനുസരിച്ച് തഖ്വ ചെയ്യാനാണ് അള്ളാഹു പറയുന്നത്. എല്ലാ നിലക്കും തഖ്വ ചെയ്യാൻ, എല്ലാ 100% തഖ്വയിൽ ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് പരമാവധി കഴിവിന്റെ പരമാവധി തഖ്വയിൽ ഏർപ്പെടാനാണ് റബ്ബിന്റെ കൽപ്പന. ആയതുകൊണ്ട് പടച്ചവനെ എനിക്ക് കഴിയുന്ന നിലക്ക് നിന്റെ അഹദും വഅദും ഒക്കെ ഞാൻ പാലിക്കുന്നുണ്ട്. അബൂഉ ലക ബിനിഅമതിക, പടച്ചവനെ നീ എനിക്ക് നൽകിയതായ നിഅമത്തുകൾ, ആ നിഅമത്തുകളെ കുറിച്ച് നല്ല ബോധം എനിക്കുണ്ട്. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന നിഅമത്തുകളെ കുറിച്ച് ബോധം ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ നിഅമത്താണ്. ഷാക്കിറുഹാ യഹ്താജു ശുക്റൻ ലി ശുക്രിഹാ,
കദാലിക ശുക്റു ശുക്രി യഹ്താജു യശ്കുറു. റബ്ബ് നൽകുന്ന ഒരു നിഅമത്തിന് ഒരു ശുക്ർ രേഖപ്പെടുത്തുവാൻ ഒരു ഖുവ്വത്ത് നമുക്ക് കിട്ടിയാൽ ആ ശുക്ർ രേഖപ്പെടുത്തുന്നതിന് ശുക്രായി മറ്റൊരു ശുക്ർ കൂടെ അള്ളാഹു രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ നിലക്ക് വഇൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകുന്ന നിഅമത്തുകളെ അത് തിട്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയാൻ. അപ്പൊ ഒരുപാട് നിഅമത്തുകൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നു, നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു, ശരീരം കാലുകളെ കൊണ്ട് നടക്കാൻ കഴിയുന്നു, കൈകളെ കൊണ്ട് എടുക്കാൻ കഴിയുന്നു, അങ്ങനെ വായ കൊണ്ട് ഭക്ഷിക്കുവാനും സംസാരിക്കുവാനും എല്ലാം അല്ലാഹു തആല ചെയ്യുന്ന നിഅമത്തുകളാണ്. ഭക്ഷണം അകത്ത് ചെന്നാൽ അല്ലാഹു നമ്മൾ അറിയാതെ അത് ദഹിപ്പിച്ച് അത് മലമൂത്ര വിസർജനമായി അല്ലാഹു തആല അത് പുറത്തേക്ക് തള്ളുന്നു. ആ നിലയ്ക്ക് മനുഷ്യ ശരീരത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ എണ്ണം കണക്കാക്കാൻ ഒരാൾക്കും കഴിയില്ല. അവന്റെ കിഡ്നിയുടെ പ്രവർത്തനം, അതുപോലെ അവന്റെ ഹാർട്ടിന്റെ ചലനങ്ങൾ, അവന്റെ മറ്റ് ശരീരാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ എത്ര വലിയ ഹിക്മത്തുകളാണ് ഉൾക്കൊള്ളുന്നത്. ഒരു മനുഷ്യനും ഇത് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരം തന്നെ ഒരു മഹാപ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിന്ത, അതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്താണെന്ന് അറിഞ്ഞ് പടച്ചവനെ നീ എനിക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തവനാണല്ലോ എന്ന ആ ധാരണ, ആ ഓർമ്മ, അത് തന്നെ വലിയ ഒരു ശുക്റാണ്. ആ ബോധം അവനുണ്ടാകണം. അതാണ് ഈ ദിക്റിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പടച്ചവനെ ഒരുപാട് നിഅമത്തുകൾ നീ എനിക്ക് ചെയ്തു തന്നു. അബൂലക ബിനിഅമതിക, നിന്റെ നിഅമത്ത് നീ എനിക്ക് നൽകിയ നിഅമത്തുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു റബ്ബേ, ഞാൻ അതൊക്കെ ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. വഅബൂലക ബിദംബി, അതുപോലെ തന്നെ ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ എത്രയോ തിന്മകളുണ്ട്. ആ തിന്മകളൊക്കെയും ഞാൻ അറിയുന്നു റബ്ബേ, അതൊക്കെ ഞാൻ തിന്മകളാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു. പടച്ചവനെ ആയതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ. ഈ രണ്ട് വാചകങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞതിന്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ. ഒരുപാട് നിഅമത്തുകൾ മനുഷ്യന് അള്ളാഹു നൽകിയതിനൊക്കെ പകരം ശുക്റാണ് അവൻ രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ പലപ്പോഴും ആ ശുക്ർ രേഖപ്പെടുത്തുവാൻ മനുഷ്യ സഹജം കൊണ്ട്, സഹജമായ സ്വഭാവം കൊണ്ട് അവന് കഴിയാറില്ല. അപ്പോഴൊക്കെ റബ്ബിന്റെ ധിക്കാരത്തിലേക്ക്, റബ്ബിന്റെ നിഅമത്തിന് എതിരായ കുഫ്രിയത്തിലേക്ക്, അല്ലെങ്കിൽ കുഫ്റാൻ നിഅമത്തിലേക്ക്, അള്ളാഹു നൽകിയ ആ നിഅമത്തിന് നിഷിദ്ധമായ വിഷയങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിന് ശുക്ർ ചെയ്യുന്നതിന് പകരം അവന് നന്ദികേടാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള എല്ലാ നന്ദികേടുകളും സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് റബ്ബിനോട് ഈ ദുആ അവൻ പറയുന്നത്, പടച്ചവനെ എന്റെ ദോഷങ്ങൾ പൊറുക്കണേ, നീ ചെയ്ത നിഅമത്തുകൾക്ക് സമാനമായ ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ, നീ ഒരുപാട് നിഅമത്തുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും സമാനമായ ശുക്ർ എന്നിൽ നിന്നുണ്ടായിട്ടില്ല. മറിച്ച് പലപ്പോഴും ധിക്കാരപരമായ നന്ദികേടാണ് എന്നിൽ നിന്നുണ്ടായത്. അതൊക്കെ മഹാ തെറ്റുകളാണ് റബ്ബേ, അതൊക്കെ എനിക്ക് നീ പുറത്തു തരണമേ എന്ന അപേക്ഷയാണ് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിലൂടെ ഒരാൾ ചെയ്യുന്നത്. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തതായ എല്ലാ തിന്മകളിൽ നിന്നും നിന്നോട് ഞാൻ കാവല ചോദിക്കുന്നു അല്ലാ. ഞാൻ ചെയ്ത തിന്മകളുടെ ആ നാശം എന്നിൽ ഉണ്ടാകരുത്, ഇഹത്തിലോ പരത്തിലോ അതിന്റെ നാശമുണ്ടാകരുത്. ദോഷങ്ങൾ ചെയ്യുന്ന നിമിത്തം ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യകരങ്ങൾ പ്രവർത്തിക്കുക നിമിത്തമാണ്, അവർ ചെയ്തു കൂട്ടുന്ന ദുശ്ചൈതികൾ നിമിത്തമാണ് യഥാർത്ഥത്തിൽ ഭൂലോകത്ത് നാശങ്ങൾ ഉണ്ടാകുന്ന. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ, ബഹറിൽ മാത്രമല്ല സമുദ്രത്തിലും അല്ലാഹു തആല അവന്റെ വിപത്തുകൾ ഇറക്കും. ഇത്രയും വിപത്തുകൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണല്ലോ ഒരു ഭൂലോകത്ത്. അത് മുഴുവനും സംജാതമാകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന ഈ വൃത്തികേടുകളുടെ കാരണത്താലാണ്. ആയതുകൊണ്ട് പടച്ചവനെ, ഞാൻ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ എന്തെല്ലാം തിന്മകളുണ്ടോ അതിന്റെ ഒന്നും നാശം എനിക്ക് നീ ഉണ്ടാക്കരുത് റബ്ബേ. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഇഹത്തിലോ പരത്തിലോ ഞാൻ ചെയ്തു പോയ തിന്മകളുടെ അതിന്റെ പ്രത്യാഘാതം, അതിന്റെ ആ പ്രതിഫലനം എന്നിൽ നീ സൃഷ്ടിക്കരുത്, മറിച്ച് അതൊക്കെ എനിക്ക് പുറത്തു തരണമേ എന്നാണ് ഈ ദുആയിലൂടെ അവൻ പറയുന്നത്. ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്ന മറ്റൊരു റബ്ബിനോട് എനിക്ക് പറയാനില്ല, കേടപേക്ഷിക്കുവാനില്ല. ആയതുകൊണ്ട് എന്റെ എല്ലാ തിന്മകളും നീ എനിക്ക് പുറത്തു തരണമേ എന്ന തേട്ടമാണ് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിലൂടെ ഒരാൾ ചെയ്യുന്നത്. എത്ര മഹത്തായ ദിക്റാണിത്. സഹീഹുൽ ബുഖാരിയില് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സഹീഹായ ഒരു ഗ്രന്ഥമാണല്ലോ സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്, അതിൽ രേഖപ്പെടുത്തിയതായ ഹദീസാണ്. ആയതുകൊണ്ട് തന്നെ ഈ ദിക്ർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആകുന്ന ഈ ദിക്ർ, അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലിപ്പതിവാക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസം രാത്രി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കും, നിർബന്ധമാണ്. പകൽ ചൊല്ലി അന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ പകലിലും അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഓഫർ ചെയ്തതായ ഒരു മഹത്തായ ഒരു നിഅമത്താകുന്നു ഈ ദിക്ർ കൊണ്ട് കിട്ടുന്നത്. ആയതുകൊണ്ട് ഇത് പതിവാക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി
മറ്റൊരു സംഭവം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ബഗവി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയുന്നു, ഹദ്ദസനാ ഹുദ്ബത്ത് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു قال حدثنا الأغلب بن تميم قال حدثنا الحجاج بن فرافصة عن طلق قال طلق رضي الله عنه തൊട്ട് അദ്ദേഹം പറയുന്നു, ജാഅ റജുലുൻ ഇലാ അബിദ്ദർദാ റളിയല്ലാഹു അൻഹു, അബൂദർദാ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, മദീനത്തെ പള്ളിയിൽ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, ഫഖാല പറഞ്ഞു, യാ അബൂദർദായ ഇഹ്തറക്ക ബൈതുക, നിന്റെ വീട് കറ്റിപ്പോയിട്ടുണ്ടല്ലോ സഹോദര. അബൂദർദാവിനോട് പറയാ. ഖാല, അദ്ദേഹം പറയാ, എന്ത് എന്റെ വീട് കത്ത്? ഏയ് മഹത്തറക്ക ബൈത്തി, എന്റെ വീടൊന്നും കത്തൂല, കത്തുന്നുണ്ട് എന്ന് മറ്റേ കണ്ട ആള് പറയാ. അപ്പൊ പറയാ, മൂപ്പര് പറയാ, എന്റെ വീടൊന്നും കത്തിയിട്ടില്ല, മഹത്തറക്ക ബൈത്തി. സുമ്മ ജാ റജുൻ, വേറെ ആൾ ഓടി വന്നിട്ട് പറയാ, അബ്ദുർദാ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കാണ്, മഹാനായ സഹാബി വര്യൻ. വേറെ ആളെന്ന് പറയാ, ഫഖാല യാ അബ്ദുർദാ ഇഹ്തറക ബൈതുക, എന്റെ വീട് കത്തിപ്പോയിട്ടുണ്ട്. കാല, അപ്പോഴും അദ്ദേഹം പറയാം, മഹ്തറക, എന്റെ വീട് കത്തുകയില്ല. സുമ്മ ജാ റജുലുൻ ആഖർ, വേറൊരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഫഖാല യാ അബ്ദുർദാ ഇംബഅസത്തിന്നാർ ഫലമ്മ ദഹത ഇലാ ബൈതിക തഫിഅത്. ഒരു അത്ഭുതം തന്നെ, നിന്റെ വീടിന്റെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുമുള്ള വീടുകളൊക്കെ കത്തി നശിച്ചു. നിങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ തീ അങ്ങ് അണഞ്ഞുപോയി. അപ്പൊ അദ്ദേഹം പറയാ, കാല. അപ്പൊ അത് ഈ ആദ്യം വന്ന് പറഞ്ഞ ആള് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കൂശലുമില്ല, ഒരു ലെവലേശം അദ്ദേഹം തന്റെ വീട് കത്തൂല എന്ന ചിന്തയിൽ തന്നെയാണ്. വേറെ ആൾ അപ്പം തന്നെ വേറെ ആൾ കൂടി വന്നിട്ട് പറയാ, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള വീടൊക്കെ കത്തി, പക്ഷെ നിങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും തീ അണഞ്ഞുപോയി. അദ്ദേഹം പറയാ, കഥ അലിംതു, ബഹുമാനപ്പെട്ട അബ്ദുദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നല്ലാഹ അസ്സ വജല്ല ലം യകുൻ ലിയഫ്അൽ, അല്ലാഹു തആല എന്റെ വീടിനെ ഇന്ന് ഒരിക്കലും അത് കത്തിച്ചു കളയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഖാലു, അവർ ചോദിച്ചു, യാ അബ്ദുദർദാ, എന്താണ് അബൂദർദായെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? മാ നദരി അയ്യ കലാമിക അജബ്, നിങ്ങളുടെ ഏത് സംസാരമാണ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് എന്നറിയില്ല. ഖൗലുക മഹ്തറക, എന്റെ വീട് കത്തിയിട്ടില്ല എന്ന് ദൃഢമായി നിങ്ങൾ പറഞ്ഞല്ലോ, ആ വാചകമാണോ? അതല്ല, ഔ ഖൗലുക ലഖദ് അലിംതു അന്നല്ലാഹ അസ്സ വജല്ല ലം യകുൻ ലിയഫ്അലഹു, അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരിക്കലും എന്റെ വീടിനെ കുറിച്ച് അങ്ങനെ തീ കത്തിപ്പിക്കുകയില്ല എന്ന വാചകമാണോ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്ന് എനിക്കറിയില്ല. രണ്ടും അത്ഭുതമുള്ള പദങ്ങൾ തന്നെ. ഒന്ന് അദ്ദേഹം പറയാൻ, അദ്ദേഹം ഇത് കത്തിയിട്ടില്ല തീർത്ത് പറയുകയാണ്, അദ്ദേഹം അങ്ങോട്ട് പോയിട്ടില്ല, അത് കണ്ടിട്ടുമില്ല. പിന്നെ പറയുന്നു, അല്ലാഹു തആല എന്റെ വീട് അങ്ങനെ നശിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല തീർത്ത് ഖണ്ഡിതമായി പറയുന്നു. ഖാല, അപ്പോൾ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ദാകലി കലിമാത്തിൻ സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെന്താണ് ഞാൻ അങ്ങനെ ഖണ്ഡിതമായി തീർത്തു പറയുവാനുള്ള കാരണം? അത് ചില പദങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അവിടുന്ന് പറയുന്നു? മൻ ഖാലഹ അവ്വലൻ നഹാർ ലം തുസിബുഹു മുസീബത്തുൻ ഹത്താ യുംസി, ഒരു മനുഷ്യൻ പ്രഭാത സമയത്ത് ദിവസത്തിന്റെ തുടക്കത്തിൽ ഒരാൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഈ പദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നവരെ അവന് ഒരാളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മങ്കാലഹ അവ്വലന്നാരിലൻ തുസിബുഹു മുസീബ, ഒരു മുസീബത്തും അവനെത്തുകയില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം മങ്കാലഹ ആഖിറൽ ലൈലി ലം തുസിബുഹു ഹത്താ യുസ്ബിഹ, രാത്രിയിൽ ഇത് പറയുന്ന പക്ഷം അവൻ പ്രഭാതമാകുന്നത് വരെയും ഒരു മുസീബത്തും അവൻ എത്തുകയില്ല എന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വാചകങ്ങളൊക്കെ ഇന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. ആ സഹാബിയുടെ ഈമാൻ നോക്കൂ. അദ്ദേഹം നിങ്ങൾ യാതൊരു മുസീബത്തും ഉണ്ടാകൂല ഉണ്ടാകരുത് എന്ന നിയ്യത്തോടു കൂടിയാണ് ദിവസവും ഈ രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ചൊല്ലുന്നത്. എന്താണ് ആ ദിക്ർ? അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത അലൈക തവക്കൽതു وأنت رب العرش أنت رب العرش الكريم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. അതവിടെ അടിച്ചിട്ടുണ്ട്. തൽഹ എന്ന് പറയുന്ന ഉസ്താദ്, ജസാക്കല്ലാഹു ഖൈറ.
അപ്പൊ അത് കഴിയുന്ന ആളുകൾ അത് പിന്നെ സേവ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് അത് സൂക്ഷിച്ച് ചെല്ലണം. അല്ലെങ്കിൽ വിർദുൽ ലത്തീഫ് സുലഭമായി മേടിക്കാൻ കിട്ടുന്ന കിതാബാണ്. ഗൾഫ് നാടുകളിലും നാട്ടിലുമൊക്കെ മേടിക്കാൻ കിട്ടുന്ന കിതാബാണ് വിർദുൽ ലത്തീഫ് എന്ന് പറഞ്ഞ ചെറിയ ദിക്റിന്റെ സമാഹാരം. അത് മേടിക്കണം. എന്നിട്ട് ഈ ചെല്ലിയ ദിക്റുകളൊക്കെ രാവിലെയും വൈകുന്നേരം പതിവാക്കണം. വലിയ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണിത്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ദലാഇൽ നുബുവത്തിൽ ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ്. അതുപോലെ മറ്റു മഹാന്മാരൊക്കെയും ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ومن قالها آخر الليل اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش العظيم ما شاء الله كان ما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي. ഈ ദിക്റുകളൊക്കെ ചൊല്ലിയതിനു ശേഷം അദ്ദേഹം പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി, പടച്ചവനെ എന്റെ സ്വന്തം നഫ്സിന്റെ ശരീരത്തോട് ഞാൻ എന്നോട് കാവലിനെ ചോദിക്കുന്നു. അതുപോലെ തന്നെ കുല്ലി ശർരി കുല്ലി ദീ ശർറിൻ, എല്ലാ ഷെറുടേതിന്റെ എല്ലാ ഷെറു നാശം വിതക്കുന്ന വസ്തുക്കളുടെ ഷെറിനെ തൊട്ടും ഉമിൻ കുല്ലി ദാബത്തിൻ അൻആഹിദുൻ ബിനാസിയതിഹാ, എല്ലാ വസ്തുക്കളുടെയും ജീവനുള്ള എല്ലാ ജീവജാലങ്ങളുടെ ഷെറിനെ തൊട്ടും കാവലിനെ ചോദിക്കുന്നു ഞാൻ എന്നാണ് ഈ ദിക്റിലൂടെ പറയുന്നത്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ രക്ഷിതാവായ റബ്ബ് ചൊവ്വായ വഴിയിലൂടെയാണ് എന്നെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നെ ഹിദായത്തിലാക്കി കൊണ്ടിരിക്കുന്നത് എന്ന ഈ മഹത്തായ ആശയമുള്ള ഈ ദിക്ർ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലാഇൽ നുബുവയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ കരീം മാഷാ അല്ലാഹു ഖാൻ എന്ന് തുടങ്ങിയ ഈ ആയത്ത് എന്ന് തുടങ്ങിയ ഈ ദിക്ർ ദൈലമി അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദൈലമി അദ്ദേഹത്തിന്റെ കിതാബിലും തബ്റാനി ദുആ എന്ന് പറയുന്ന കിതാബിൽ, ഇബ്നു അസാക്കിർ ഇബ്നു ജൗസി ഇരലുൽ മുതനാഹിയ എന്ന കിതാബില്, ജാമിഉൽ അഹാദീസ് എന്ന ഗ്രന്ഥത്തില് ഒക്കെ ഈ ഹദീസ് ഈ ദിക്റിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ 20ാമത്തെ ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ നസല ബിഹി ഹമ്മുൻ ഔ ഗമ്മുൻ, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് എന്തെങ്കിലും നിലക്കുള്ള ഒരു വിഷമം, ഒരു മാനസികമായ ടെൻഷനോ ഒരു ഹമ്മോ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പറയും, എന്ത് പറയും? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഫാത്തിമത, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബിഹി അൻ തഖൂലി ഇദാ അസ്ബഹതി ഇദാ അംസൈതി യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശൈനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഈ റിവായത്തിൽ ഇത്രയും കൂടെയുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശൈനി കുല്ലഹു, പടച്ചവനെ നീ ഹയ്യാണ് കയ്യൂമാണ്, ഹയാത്തുള്ളവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് നീ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹ് അസ്ലിഹ് ലി ശൈനി, എന്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി നന്മയുള്ളതാക്കി തീർക്കണം. എന്റെ സ്വന്തം ശരീരത്തിലേക്ക് നീ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നീ എന്റെ പണി നോക്കുക നമ്മൾ സാധാരണ പറയാറില്ലേ. അപ്പൊ റബ്ബ് നമ്മളോട് പറയാ, നീ നിന്റെ പണി നോക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം നമ്മിലേക്ക് തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും നിർവഹിക്കാൻ കഴിയില്ല. അല്ലാഹു തന്നെ അത് നിർവഹിച്ചു തരണം. അത് തർഫത്ത് ഐൻ, ഒരു നിമിഷം പോലും നമ്മിലേക്ക് നമ്മുടെ കാര്യം നീ ഏൽപ്പിക്കല്ല അല്ലാഹ്. അങ്ങനെ ഒരു നിമിഷമെങ്കിലും അല്ലാഹു തആല നമ്മുടെ കാര്യം നമ്മോട് തന്നെ ചെയ്യാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അവനെ അവഗണിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു അവഗണനയും റബ്ബേ നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന തേട്ടമാണ് ഈ ദിക്റിലൂടെ നാം ചെയ്യുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശൈനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ എന്ന ദിക്ർ ഇമാം ബസാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിനെ റിജാലുഹു റിജാലു സഹീഹ്, സഹീഹിന്റെ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ റാവികളായ ആളുകളാണ് ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മജ്മുഉസ് സവായിദിലും മംബഉൽ ഫവായിദിലും ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നതാണ്.
ഇനി 21-ാമത്തെ ദിക്ർ. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ദഹല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിനൽ മസ്ജിദ, ഒരു ദിവസം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്ന്, ഫഇദാ ഹുവ ബിറജുലിൻ മിനൽ അൻസാരി യുഖാലു ലഹു അബൂ ഉമാമ, അബൂ ഉമാമ എന്ന പേരുള്ള ഒരു അൻസാരി വംശജനായ ഒരു സഹാബി അവിടെയുണ്ട്. യാ അബാ ഉമാമ, അല്ലാഹുവിന്റെ റസൂൽ ഫഖാല പറഞ്ഞു, യാ അബാ ഉമാമ, അബൂ ഉമാമേ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖതി സ്വലാ, അതല്ല അബൂ ഉമാമ, എന്താ നിസ്കാരത്തിന്റെ സമയം അല്ലാത്തൊരു സമയത്ത് ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കണം? അപ്പൊ സഹാബികളാണ്, അവർ ജോലിക്ക് പോകുന്നവരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്. എല്ലാ സമയത്തും മുഴുസമയം പള്ളിയിൽ ആരും ഉണ്ടാവൂല. നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമേ അവർ പള്ളിയിലേക്ക് വരുള്ളൂ. ആ പള്ളിയിൽ ഈ നിസ്കാര സമയമല്ലാത്ത സമയത്ത് എന്താ നിന്നെ പള്ളിയിൽ കാണുന്നത്? വളരെ കമ്മിലായി ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് എന്താണെന്ന് അബൂ ഉമാമയോട് അല്ലാഹുവിന്റെ റസൂൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. കാല അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാല ഹുമൂമുൻ ലസിമത്നി വദയൂനും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, കടങ്ങളുണ്ട് എനിക്ക്, ഒരുപാട് കടങ്ങൾ, അതുപോലെ ഒരുപാട് ഹമ്മുകളായിട്ട്. കടങ്ങൾ വന്നാൽ തന്നെ മനുഷ്യന്റെ ടെൻഷനായി. അങ്ങനെ ടെൻഷനും അതുപോലെ തന്നെ ദൈനുകളും ഒക്കെ ധാരാളമുണ്ട്. അക്കാരണത്താലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽതഹു അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖളാ അൻക ദൈനക. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞു, അതല്ല മോനെ, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. അത് നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിത്തരും, നിന്റെ ടെൻഷനുകളൊക്കെ അല്ലാഹു തആല ദൂരീകരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ, മാനസിക സമ്മർദ്ദം അത് എല്ലാ രോഗങ്ങൾക്കും കാരണമാണ്. രോഗമുള്ള ആളുകളെ രോഗം മൂർച്ഛിക്കുവാനും രോഗമില്ലാത്തവർക്ക് രോഗമുണ്ടാക്കുവാനും ശാരീരിക മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഹമ്മ്, അതുപോലെ ടെൻഷൻ, ഹമ്മുകൾ, അങ്ങനെ തുടങ്ങിയ ആ വിഷയങ്ങളൊക്കെ ദൂരീകരിക്കുവാനുള്ള ദിക്ർ, അതുപോലെ കടങ്ങൾ വന്നു കഴിഞ്ഞാൽ വീടിക്കൊണ്ടിരിക്കുവാനുള്ള ദിക്ർ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അബൂ ഉമാമക്ക് അദ്ദേഹം പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അതേ അങ്ങ് എനിക്കത് പഠിപ്പിച്ചു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ, നീ പറയണം, ഇദാ അസ്ബഹത വഇദാ അംസൈത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ എന്ന ദിക്ർ പറയണം. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി, ദുഃഖവും ടെൻഷനും ഒക്കെ നിന്നെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു, അതിൽ നിന്നൊക്കെയും മോചനം നേടാൻ നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു റബ്ബേ. വഅഊദു ബിക മിനൽ അജ്സി, അവശത അനുഭവിക്കുന്ന അവസ്ഥ, വൽ കസലി, മടി, വഅഊദു ബിക മിനൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു, വൽ ബുഖ്ലി, ലുബ്ധതയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ, അതികഠിനമായ കടങ്ങളിൽ നിന്ന്, കടബാധിതങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, വഖഹ്രിർ റിജാൽ, ആളുകൾ എന്നെ ക്രൂശിക്കുന്ന പീഡിപ്പിക്കുന്നതായ അവസ്ഥയിൽ നിന്ന്, ആളുകളുടെ പീഡനത്തിൽ നിന്നുള്ള മോചനം നേടണം, ഞാൻ അകപ്പെട്ട കടങ്ങളിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണം. അതുപോലെ ലുബ്ധത, ഭീരുത്വം, കസൽ, മടി, അജിസ്, അവശത തുടങ്ങിയ ഹമ്മ്, ഹസന്, ദുഃഖം, അതുപോലെ ടെൻഷൻ, ഇതിന് തൊട്ടെല്ലാം കാവലിനെ ചോദിക്കുവാനാണ് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ മനുഷ്യന് ആവശ്യമായ വിഷയങ്ങളൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കുന്നതായ വിഷമങ്ങളാണ്, ദുരിതങ്ങളാണ്. ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുവാനുള്ള അതിവിശാലമായ ഒരു ആശയം റഹ്മാനായ റബ്ബ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു മുഅ്മിനിന് എവിടെ വിഷമുണ്ടാവുക? കടങ്ങളുണ്ടാകൂല, ഹമ്മുണ്ടാകൂല, ഹുസ്നുണ്ടാകൂല, മടിയുണ്ടാകൂല, ലുബ്ധതയുണ്ടാകൂല, അതുപോലെ കടങ്ങളുണ്ടാകൂല, ആളുകളാരും പീഡിപ്പിക്കുകയില്ല. എല്ലാ പീഡനങ്ങളിൽ നിന്നും വഖഹ്രിർ റിജാൽ, ആളുകളെ പീഡനങ്ങളിൽ നിന്നൊക്കെ ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാഹ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കുള്ള പ്രൊട്ടക്ഷനും ഈ ദിക്റിലൂടെ അവന് കൈവരികയാണ്. ആ സഹാബി പറയുന്നു, ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഫഫഅൽതു ദാലിക ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി, ഞാൻ അത് ചെയ്യാൻ തുടങ്ങി, ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ ദിക്ർ പതിവാക്കാൻ തുടങ്ങി. ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി, എന്റെ ഹമ്മുകളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു, എന്റെ ദുഃഖങ്ങളൊക്കെ നീങ്ങി, ടെൻഷനൊക്കെ മാറി. വഖല്ലാ അന്നി ദൈനി, എന്റെ കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടി തരികയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അനുഭവം രേഖപ്പെടുത്തുകയാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സുനനിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്.
അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹം പറയുന്നു, കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവാത്തില്ലാ യദഉഹുന്ന. അല്ലാഹുവിന്റെ റസൂൽ നിർബന്ധമായും ചൊല്ലിയിരുന്ന ചില ദുആകളുണ്ട്. അതേതാണ്? ആ ദുആകൾപ്പെട്ടതാണ്. അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസ്നി വൽ അജ്സി വൽ കസലി വൽ ബുഖലി വൽ ജുബ്നി വ ഗലബത്തിർ റിജാൽ. ഇതിൽ ഖഹ്റു റിജാൽ എന്നതിന് പകരം ഗലബത്തുർ റിജാൽ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ മറ്റൊരു റിവായത്തിൽ നസായി റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ ഇങ്ങനെയും കാണാവുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, യഖൂൽ ലം യകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹഉലായി ദഅവാതി ഹീന യുസ്ബിഹു വ ഹീന യുംസി. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെയും വൈകുന്നേരവും പറയുന്നത് ഉപേക്ഷിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. അതേതാണ്? اللهم إني أسألك العافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أطال من تحتي. ഈ ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും പതിവാക്കാറുണ്ട്. പടച്ചവനെ, നിന്റെ ആഫിയത്ത് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്. രോഗങ്ങളിൽ നിന്നുള്ള മോചനം, ശരീരത്തിന്റെ ആരോഗ്യം, ഇതൊക്കെ ആഫിയത്താണ്. ആഫിയത്ത് എന്താണെന്ന് സഹാബികൾ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആഫിയത്ത് എന്താണ് എന്ന് ചോദിച്ചു. യാ റസൂലല്ലാഹ് മൽ ആഫിയ? ഖാല, അവിടുന്ന് പറഞ്ഞു, ആഫിയത്ത് ഫിദ് ദുനിയ അൽ ഖൂത്ത്. ആഫിയത്ത്, ദുനിയാവിലെ ആഫിയത്ത് എന്ന് പറയുന്നത് എന്താണ്? ഖൂത്ത്, അവന് ഭക്ഷണം കിട്ടണം. സിഹത്തുൽ ജിസ്ം, ശരീരാരോഗ്യം, ശാരീരികമായ ആരോഗ്യം. അതുപോലെ പിന്നെ വസതുറുൽ ഔറ, അവന്റെ ഔറത്തുകൾ മറക്കാനുള്ള ഒരു സൗകര്യം. അള്ളാഹുവിന് വഴിപ്പെടുവാനുള്ള ഒരു ഒരു തൗഫീഖ്. ഇത് ദുനിയാവിൽ ഉള്ള ആഫിയത്താണ്. ആഫിയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂൽ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആഫിയത്ത് ദുനിയാവിൽ, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ഖൂത്ത്, അവന് ഭക്ഷണം വേണം. സിഹത്തുൽ ജിസ്ം, ശാരീരിക ആരോഗ്യം വേണം. സിത്തുറുൽ ഔറ, അവന്റെ ഔറത്ത് മറക്കാനുള്ള വഴി അവനുണ്ടാകണം. അതുപോലെ പിന്നെ വഴിപാടിനുള്ള വേണ്ടുക അവനുണ്ടാകണം. ഇത് ദുനിയാവിൽ അവന് അള്ളാഹു കൊടുക്കുന്ന ആഫിയത്തുകളാണ്. അതേസമയം ആഖിറത്തിന്റെ ആഫിയത്ത് എന്താണ്? വമാ ഫിൽ ആഖിറ ഫൽ മഗ്ഫിറത്തു വൻ നജാത്തു മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. മഖബറയിൽ ചെന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാറുള്ള ഒരു ദിക്റാണത്. അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഖബറാളികളായ ആളുകളോട് സലാം പറഞ്ഞിട്ട് നസ്അലുല്ലാഹ ലക്കുമുൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ ആഫിയത്ത് ചോദിക്കുന്നു എന്ന് ഖബറാളികളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ട്. അപ്പോൾ മഗ്ഫിറത്ത്, ആഖിറത്തിലുള്ള മഗ്ഫിറത്ത് എന്താണ്? ആഫിയത്ത് എന്താണ്? ആഖിറത്തിൽ ആഫിയത്തിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഫൽ മഗ്ഫിറത്തു വൻ നജാത്തു മിനൻ നാർ, ദോഷം പൊറുക്കുക, നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗം കൊണ്ടുള്ള വിജയം. ഇതാണ് ആഖിറത്തിലേക്കുള്ള ആഫിയത്ത്. അപ്പോൾ ആഫിയത്തിനെ ചോദിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തായി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, രണ്ട് ലോകത്തും എനിക്ക് ആഫിയത്ത് വേണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, വീണ്ടും പറയുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അല്ലാഹു മാപ്പ് ചെയ്യണം, തെറ്റുകളും ചെയ്തികളും വൃത്തികേടുകളും ഒക്കെ റബ്ബ് മാപ്പ് ചെയ്യണം എന്ന ആ തേട്ടം. ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, എന്റെ ദീനില്, എന്റെ ദുനിയാവില്, എന്റെ കുടുംബത്തില്, എന്റെ ധനത്തില് ഒക്കെ അഫുവും ആഫിയത്തും ഉണ്ടാകണം. അല്ലാഹുമ്മ സ്തുർ ഔറാത്തി, എന്റെ ഔറത്തുകളൊക്കെ നീ മറക്കണം. എന്റെ ആളുകളൊന്നും കാണാൻ പറ്റാത്ത നിലക്കുള്ള ഐബുകൾ, അതാണ് ഔറത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ നീ മറക്കണം പടച്ചവനെ. അതൊന്നും നീ വെളിച്ചപ്പെടുത്തരുത്. അവൻ തെറ്റുകൾ ചെയ്ത കാരണത്താൽ അവന്റെ ശരീരത്തിൽ ഐബുകൾ ഉണ്ടാകും, അതുപോലെ തിന്മകളാകുന്ന ഐബുകൾ ഉണ്ടാകും. അതൊക്കെ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിൽ അവനെ വഷളായിത്തീരും. അങ്ങനെയുള്ളൊരു വഷളത്തരം എനിക്ക് നീ വരുത്തരുത് റബ്ബേ. അതുപോലെ മറ്റുള്ള ഏതെങ്കിലും നിലക്കുള്ള ന്യൂനതകളും കോട്ടങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നീ മറച്ചു വെക്കണം എന്ന തേട്ടമാണ് അല്ലാഹുമ്മ സ്തുർ ഔറാത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാമിൻ റൗആത്തി, ഞാൻ ഭീതിപ്പെടുന്ന ഭയപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ എനിക്ക് നിർഭയം നൽകണം അല്ലാഹുവേ. അല്ലാഹുമ്മ ഹഫ്ളിനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി, പടച്ചവനെ എന്റെ മേൽഭാഗത്തു നിന്നും
എന്റെ അടിഭാഗത്തു നിന്നും വലതു ഭാഗത്തു നിന്നും ഇടഭാഗത്തു നിന്നും മുമ്പിൽ നിന്നും ബാക്കിൽ നിന്നും അങ്ങനെ തുടങ്ങി എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള എല്ലാ വിപത്തുകളിൽ നിന്നും എനിക്ക് നീ മോചനം നൽകണമേ. ഏതെങ്കിലും ഒരു ജിഹത്തിലൂടെയാവുമല്ലോ അവന് വിഷമമുണ്ടാകുക, ഈ ആറാറൊരു ഭാഗത്തിലൂടെയാണല്ലോ അവന് വിപത്തിൽ ഇറങ്ങുക. അങ്ങനെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള വിപത്തിൽ നിന്ന് പടച്ചവനെ എനിക്ക് നീ സുരക്ഷിതത്വം നൽകണമേ. വീണ്ടും പറയുന്നു അവൻ, വഅഊദു ബിഅളമതിക മിൻ തഹ്തി, പടച്ചവനെ എന്റെ അടിഭാഗത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഭൂകമ്പം ഉണ്ടാവുക. കാല യാനിയൽ ഹസ്ഫ്, ഭൂകമ്പം നിമിത്തം ഉള്ള ആ വിപത്ത്, അതാണ് മിൻ തഹ്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ തൊട്ടും നിന്റെ മഹത്തായ അളമത്ത് കൊണ്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഈ ദിക്റ് ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ, അല്ലാഹുവിന്റെ റസൂൽ ഇതിനെ ഉപേക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഹഉലായി ദഅവാത്ത്, ഈ ദുആകളെ അത് രാവിലെയാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നത് ഉപേക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറയുകയാണ്. മുസ്നദ് അഹ്മദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുസ്നദിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് ചെയ്തതായ റാവികളെല്ലാം സഹീഹായ ഹദീസിന്റെ റാവികളാണെന്ന് മഹാന്മാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി 23-ാമത്തെ ദിക്റ് പറയുന്നു. സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അലാ ഉഹദ്ദിസുക ഹദീസൻ സമയതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാറൻ, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയേ. സമുറത്ത് ബിൻ ജുന്ദുബിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അലാ ഉഹദ്ദിസുക ഹദീസൻ, ആരാണ് പറയുന്നത്? ഹദ്ദസന അബൂ റൗഹ് അനിൽ ഹസൻ റളിയല്ലാഹു അൻഹും, അവർ പറയാണ്, കാല സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഉഹദ്ദിസുക ഹദീസൻ സമയതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാറൻ വമിൻ അബീ ബക്കർ മിറാറൻ വമിൻ ഉമർ മിറാറൻ. അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു തവണയല്ല പലതവണ, അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ? ഖുൽതു, ഞാൻ പറഞ്ഞു, ബല, പറഞ്ഞു തരൂ. കാല, അദ്ദേഹം പറഞ്ഞു. അപ്പൊ സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മങ്കാല ഇദാ അസ്ബഹ വഇദാ അംസാ അല്ലാഹുമ്മ അന്ത ഖലഖ്തനീ വഅന്ത തഹ്ദീനീ വഅന്ത തുത്ഇമുനീ വഅന്ത തസ്ഖീനീ വഅന്ത തുമീതുനീ വഅന്ത തുഹ്യീനീ എന്ന ദിക്ർ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, പടച്ചവനെ നീ എന്നെ പടച്ചു, പടച്ചവനെ നീയാണ് എന്നെ ഹിദായത്തിലാക്കുന്നവൻ, നീ എനിക്ക് ഭക്ഷണം നൽകുന്നു, നീ എനിക്ക് വെള്ളം കുടിപ്പിക്കുന്നു, നീയാണ് എന്നെ മരിപ്പിക്കുന്നത്, നീയാണ് എന്നെ ജീവിപ്പിക്കുന്നത് എന്ന അർത്ഥമുള്ള ഈ ദിക്ർ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ലം യസ്അൽ ശൈഅൻ ഇല്ലാ അതാഹുല്ലാഹു ഇയ്യാഹ്, അത് ഒരാൾ പറഞ്ഞാൽ അല്ലാഹു തആലയോട് ഒരു ശൈഉം അവൻ ചോദിക്കൂല, ഇല്ലാ അതാഹുല്ലാഹു ഇയ്യാഹു, ആ ചോദിക്കുന്നതൊക്കെ അല്ലാഹു തആല അവന് കൊടുത്തിട്ടല്ലാതെ. ഈ ഓരോ ദിക്ർ ചൊല്ലുമ്പോഴും ഇതിന്റെ അർത്ഥം ആലോചിച്ച് ഇതിന് കൂലി കിട്ടണമെന്ന നെയ്യത്തോടുകൂടെ ബോധപൂർവം ഇത് കൃത്യമായി പതിവാക്കുമ്പോഴാണ് ഈ കൂലിയൊക്കെ കിട്ടുന്നത്. ഒരാൾ ചൊല്ലി എന്തെങ്കിലും ഒരു ദിവസം ചൊല്ലിയതുകൊണ്ട് ഫലം കിട്ടില്ല, ദിവസം അത് ചെല്ലുമ്പോഴാണ് ഇത് അവന്റെ ശരീരത്തിലും ആത്മാവിന് അത് എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പതിവാക്കണം. വിറുത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾക്കാണ് വിറുത് എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് ചൊല്ലിയാൽ അതിന് ഫലം കിട്ടുകയില്ല, എപ്പോഴും ചെല്ലിയാതിന് ദിക്ർ എന്നുള്ള നിലയ്ക്ക് അതിന് കൂലി അള്ളാഹു രേഖപ്പെടുത്തും. പക്ഷെ ഇതുണ്ടാവുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, ആ എഫക്റ്റ് കിട്ടണമെങ്കിൽ അത് നിത്യമായി പതിവാക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ ബഹുമാനങ്ങളൊക്കെ കിട്ടുക. വലഖീതു അബ്ദുല്ലാഹി സലാമിൻ ഫൂൽതു അലാ വഹദ്ദിസുക ഹദീസൻ സമയതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാറൻ അബൂബക്കർ മിറാറൻ, അത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇതിനെ ധാരാളം ചെല്ലാറുള്ള ഒരു ദിക്റാണിത്. ഫഖാല, അദ്ദേഹം പറയുന്നു, ഫഹദ്ദസ്തുഹു ബിഹാദൽ ഹദീസി ഫഖാല ബി അബീ വ ഉമ്മി റസൂലുള്ളാഹി ഹഉലാഇൽ കലിമാത്ത് കാന അല്ലാഹു അസ്സ വജല്ല ഖദ് ആതാഹുന്ന മൂസാ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ കലിമത്തുകളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തിരുന്നു. ഫകാന യദ്ഉ ബിഹിൻ നബി കുല്ലി യൗമിൻ 7 മറാത്ത്, 7 പ്രാവശ്യം മൂസാ നബി അലൈഹി സ്വലാം ഈ ദിക്റിനെ പതിവാക്കാറുണ്ട്. ഫലാ യസ്അലു അസ്സ വജല്ല ഷൈഅൻ, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഇത് പതിവാക്കുക നിമിത്തം റബ്ബിനോട് ഒരു കാര്യവും ചോദിക്കൂല, ഇല്ലാ അതാഹു ഇയ്യാഹ്, അദ്ദേഹത്തിന് ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കാര്യം നിർവഹിച്ചു കൊടുത്തിട്ടില്ലാതെ ഇല്ല.
അൽ മുഅ്ജമുൽ ഔസത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാൻ കഴിയും. അബ്ദുറഹ്മാൻ ബിൻ അബ്സാ റളിയല്ലാഹു തആല അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസ്ബഹ, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതമായാൽ പറയാറുണ്ട്, അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വലാ കലിമത്തിൽ ഇഖ്ലാസ് വദീൻ നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമാ എന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പതിവായി പറയാറുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ ബിൻ അബ്സ അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറയാറുണ്ട്, അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം അലാ കലിമത്തുൽ ഇഖ്ലാസ് വലാ ദീനി നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അല്ലാഹു റസൂൽ പറയുന്നതായിട്ട്, ഒരു മനുഷ്യൻ അല്ലാഹു റസൂൽ പറഞ്ഞു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു കാന യഖൂലു ഇദാ അസ്ബഹ അല്ലാഹുമ്മ ബിക അസ്ബഹനാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൻ നുശൂർ എന്ന് അല്ലാഹു റസൂൽ സബാഹിലായാൽ പറയും. വഇദാ അംസാ ഖാല അല്ലാഹുമ്മ ബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൻ നുശൂർ എന്ന് വൈകുന്നേരമായാലും അവിടുന്ന് പറയാറുണ്ട്. അതേസമയം നുഷൂർ എന്ന പകരത്തിന് രാവിലെയാണ് നുഷൂർ എന്ന് പറയേണ്ടത്. വൈകുന്നേരമായാൽ അവൻ പറയേണ്ടത് എപ്പോഴാണ്? ഇദാ ഖറഅഹു ലൈലൻ, രാത്രിയിൽ അവൻ പറയുകയാണെങ്കിൽ വഇലൈഹിൽ മസീർ എന്നാണ് അവൻ പറയേണ്ടത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഇലൈഹിൻ നുഷൂർ എന്ന് രാവിലെ ചെല്ലുമ്പോൾ ഇലൈഹിൻ നുഷൂർ എന്ന് ചൊല്ലുക, വൈകുന്നേരം ചെല്ലുമ്പോൾ ഇലൈഹിൽ മസീർ എന്നാണ് പറയുന്നത്. നുഷൂർ എന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മസീർ എന്ന് പറയുമ്പോൾ അള്ളാഹുലേക്കുള്ള മടക്കം എന്നാണ് അതിന്റെ അർത്ഥം. രാത്രിയാകുമ്പോൾ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി അവന്റെ കിടപ്പറയിലേക്കുള്ള മടക്കത്തിന്റെ ടൈമാണ്. നുഷൂർ ആകുമ്പോൾ അവൻ നേരം പുറന്ന് എഴുന്നേൽത്ത് ലോകത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. അവ രണ്ടും അർത്ഥവ്യത്യാസങ്ങളുണ്ട്. അപ്പൊ പ്രഭാതത്തിൽ ചെല്ലുമ്പോൾ അവസാനം ഇലൈഹിക്കൻ നുഷൂർ എന്ന് പറയാ, രാത്രിയാകുമ്പോൾ ഇലൈക്കൽ മസീർ എന്നും പറയാം. ഇനി പിന്നെ വീണ്ടും പറയുന്നു, 26 പറഞ്ഞു. പിന്നെ 26ാമത്തെ ദിക്ർ, അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു വബിഹാദൽ ഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അസ്ബഹ അഹദുക്കും ഫൽയഖുൽ, പ്രഭാതമായാൽ പറഞ്ഞുകൊള്ളട്ടെ, അസ്ബഹനാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫത്ഹഹു വനസ്റഹു വനൂറഹു വബറകതഹു വഹുദാഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി വശർരി മാ ബഅദഹു എന്ന് പറയാ. സുമ്മ അംസ, വൈകുന്നേരമായാൽ പറയുക, ഫൽയഖുൽ മിസ്ല ദാലിക, അവൻ പറയണം വൈകുന്നേരമായാലും ഇതുപോലെ പറയണം. എന്താണ്? അല്ലാഹുമ്മ ഇദാ അസ്ബഹതുക്കും അസ്ബഹന എന്നതിന് പകരം വൈകുന്നേരമായാൽ പറയേണ്ടത് അംസൈനാ വ അംസൽ മുൽക്കു ലില്ലാഹ്, പ്രഭാതത്തിൽ പറയേണ്ടത് അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് എന്നാണ്. വൈകുന്നേരമായാൽ അംസൈനാ വ അംസൽ മുൽക്കു ലില്ലാഹ് എന്ന് അവൻ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിൽ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി അല്ലാഹുമ്മ ഇന്നി അവിടുന്ന് പറയും, വൈകുന്നേരം പോയാൽ വീണ്ടും മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹിൽ ലൈലത്തി ഫത്ഹഹാ വനസ്റഹാ വനൂറഹാ വബറകതഹാ വഹുദാഹാ. ഈ ദിക്റുകളൊക്കെ ദിക്റുകൾ തന്നെയാണ്. اللهم إني أسألك خير هذه الليلة وخير ما فيها وأعوذ بك من شر هذه الليلة وشر ما فيها. ഈ പകലിലുള്ള ഷർറിനെ തൊട്ടും ഈ പകലിലുള്ള എല്ലാ ഖൈറുകളും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയുള്ള ഖൈറുകളെ ചോദിക്കുന്നു. അതിന്റെ മോചനം, അതിന്റെ വിജയം, അതിന്റെ പ്രകാശം, അതിന്റെ ഐശ്വര്യം, അതിലുണ്ടാകുന്ന ഹിദായത്ത്, അതിലുണ്ടാകുന്ന സന്മാർഗം, ഇതൊക്കെ ഈ രാത്രിയിൽ ചോദിക്കുന്നു. ഇതുകളൊക്കെ പടച്ചവനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹിൽ ലൈല വഖൈറ മാ ഫീഹാ, ഈ രാത്രി ഉണ്ടാകുന്ന എല്ലാ ഖൈറുകളും നിന്നോട് ചോദിക്കുന്നു. അതുപോലെ വഅഊദു ബിക മിൻ ശർരി ഹാദിഹിൽ ലൈല വശർരി മാ ഫീഹാ, ഈ രാത്രിയുടെ ഷർറിനെ തൊട്ടും രാത്രിയിൽ ഉണ്ടാകുന്ന ഷർറിനെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു എന്ന ദിക്ർ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചൊല്ലിപ്പതിവാക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഇനി 27ാമത്തെ ദിക്ർ,
അബ്ദുല്ലാഹിബ്നു ഗന്നാമിൽ ബയാളി റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല ഹീന യസ്ബിഹുല്ലാഹു മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഫബിക വമിൻക വഹദക ലാ ശരീക ലക വലക്കൽ ഹംദു വലക്കശ് ശുക്ർ അലാ ദാലിക് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഫമിൻക വഹദക ലാ ശരീക ലക വലക്കൽ ഹംദു വലക്കശ് ശുക്ർ പടച്ചവനെ അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഒരു നിഅമത്തും ഉണ്ടാകുന്നില്ല ഏതൊരു നിഅമത്തുണ്ടോ അതൊക്കെയും ഫമിൻക വഹദക നിന്നിൽ നിന്ന് മാത്രമാണ് അതൊക്കെയും ലാ ശരീക ലക നിനക്ക് യാതൊരു കൂട്ടുകാരനുമില്ല വലക്കൽ ഹംദു നിനക്കാണില്ല ഹംദുകളും നിനക്കാണില്ല ശുക്റുകളും ഇത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഫഖദ് അദ്ദാ ശുക്റൻ യൗമിഹി ആ പകലിൽ അവൻ രേഖപ്പെടുത്തേണ്ടുന്ന ശുക്ർ അവൻ രേഖപ്പെടുത്തിയവനായി വമൻ ഖാല മിസ്ല ദാലിക ഹീന യുംസി വൈകുന്നേരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫഖദ് അദ്ദാ ശുക്റ ലൈലത്തിഹി ആ രാത്രിയുടെ ശുക്റും അവൻ രേഖപ്പെടുത്തിയവനായി ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സുനനിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഫീ യൗമിൻ മിഅത മറത്തിൻ 100 തവണ ഒരാൾ പറഞ്ഞാൽ ഹുത്തത്ത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വട്ടം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ എല്ലാ തിന്മകളും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. വൈൻകാനത്ത് മിസ്ല സബദിൽ ബഹർ സമുദ്ര നുരകൾക്ക് സമാനമായ തെറ്റുകൾ ചെയ്തവനാണ് അവനെങ്കിൽ പോലും അവന്റെ എല്ലാ ദോഷങ്ങളും തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് അദ്ദേഹം പറയുന്നു അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്നൊരാൾ പറഞ്ഞാൽ ഉരിസത ലഹു നഖലത്തുൻ ഫിൽ ജന്ന സ്വർഗ്ഗലോകത്ത് അവരൊരു ഈത്തപ്പന വൃക്ഷം അല്ലാഹു തആല നട്ടുപിടിപ്പിക്കുന്നതാണ്. ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സുനനിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് അവന് വേണ്ടി ഒരു ഈത്തപ്പനത്തോട്ടം, ഒരു ഈത്തപ്പന. അപ്പൊ ദിവസം അത് ധാരാളം ചെല്ലുമ്പോൾ എത്രയോ ഈത്തപ്പനയുടെ തോട്ടങ്ങൾ സ്വർഗ്ഗലോകത്ത് അവന് ലഭ്യമാകും. അല്ലാഹു എല്ലാവരെയും ആ മഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ കടക്കാൻ ഈ ദിക്റുകൾ നിമിത്തം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റുകളൊക്കെ പതിവാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അലാൻ ഫി ഹാശിയത്തുൽ അദ്കാർ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അദ്കാറിന്റെ ഹാശിയയിൽ അല്ലാമ ഇബ്നു അലാൻ പറയുന്നു വയംബഗി അൻ യുസബ്ബിഹ ഹാദാ തസ്ബീഹ ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ ലിമാ വറദ ദാലിക മിനൽ ആയാത്തിൽ കരീമ ജാമിഅൻ ഫി അമലിഹി ബൈന ഹാദാ ബൈന മാ ജാഅ ഫിൽ കിതാബി വസ്സുന്ന. പരിശുദ്ധ ഖുർആൻ ശരീഫിലും ഈ ദിക്ർ വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പോ ഹദീസിലും ഖുർആനിലും ഹദീസിലും ഒക്കെ ദിക്ർ വന്നത് കാരണത്താൽ വലിദാ യംബഗി അൻ യജ്മഅ ബൈന റിവായത്തൈൻ, രണ്ട് റിവായത്തിലൂടെ ഈ ദിക്ർ വന്നിട്ടുമുണ്ട്. അതെങ്ങനെയാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറയാ. സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം അവൻ പറയുക. കാരണം സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ ഒരു ഈത്തപ്പനത്തോട്ടം അല്ലാഹു തആല അവന് വേണ്ടി നട്ടുപിടിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതുപോലെ വേറെ റിവായത്തുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന്. അത് അതിന്റെ അടിസ്ഥാനത്തിൽ സുബ്ഹാനല്ലാഹി അളീം വബിഹംദിഹി എന്ന് അവൻ അങ്ങനെ തന്നെയാണ് അവൻ ചെല്ലേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അലാന്റെ ഹാശിയത്തുൽ അദ്കാറിൽ പറയുന്നതായിട്ട് കാണാവുന്നതാണ്. ഇനി 30ാമത്തെ ദിക്ർ അഫ്ദുൽ കലാമി അർബഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 4 കലാമുകളാണ് ഏറ്റവും അഫ്ദലായത്. അതേതാണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 കലാമുകൾ, ഈ 4 പദങ്ങൾ ഇത് ഏറ്റവും അഫ്ദലായ കലാമാണെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സഹീഹിൽ ഈ ദിക്റിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നത്ര സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ
100 ഇത് ചെല്ലണമെന്നും അത് വിർദുൽ ലത്തീഫിൽ കാണാൻ കഴിയുന്നതാണ്. ദിവസവും രാവിലെ 100, വൈകുന്നേരവും 100. അഹബ്ബുൽ കലാമി ഇലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്രത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹബ്ബുൽ കലാമി ഇലയ്യ അർബഉൻ, 4 വാചകങ്ങളാണ് എനിക്ക് ഏറ്റവും മെഹബൂബായിട്ടുള്ളത്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും മെഹബൂബായ കലാം 4 അതേതാണ്? 1 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, നീ ഏതുകൊണ്ടും നിനക്ക് തുടങ്ങാം. വലാ തുസമ്മിയന്ന ഗുലാമക യസാറൻ വലാ റബ, അതായത് ആ ഹദീസിന്റെ ബാക്കി പറഞ്ഞതാണ്. കുട്ടിക്ക് യസാർ എന്നോ റബാഹ് എന്നോ നജീഹ് എന്നോ പേര് വെക്കരുത്, അഫ്ലഹ് എന്നോ പേര് വെക്കരുത് എന്ന്. അത് ആ ഹദീസിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. യസാർ എന്ന് പേരിട്ട എന്താകും? യസാർ ഇവിടെ ഉണ്ടോ, വീട്ടിൽ ഒരാളെന്ന് ചോദിക്കുക, യസാർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ യസാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എളുപ്പം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പൊ യസാറുണ്ട്, കുട്ടിയോടെ ഇല്ലെങ്കിൽ പറയും യസാർ ഇവിടെ ഇല്ല, എന്നാലതൊരു അപലക്ഷണമാണ്. അഥവാ എന്റെ വീട്ടിൽ യാതൊരുവിധ എളുപ്പവുമില്ല, തിടുക്കം മാത്രമേ ഉള്ളൂ എന്നാണല്ലോ അതിന്റെ അർത്ഥം വരിക. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് വെറും യസാർ എന്ന് പേരിടരുത്. അതുപോലെ റബാഹ് ലാഭം എന്നാണല്ലോ. ആരോഗ്യം വന്ന് ചോദിക്കുക, നിന്റെ വീട്ടിൽ റബാഹ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ നജീഹ് വിജയി എന്നാണ് ഇതിന്റെ അർത്ഥം. അഫ്ലഹ് ഏറ്റവും വിജയി എന്നാണ് അർത്ഥം, വിജയിച്ചവൻ എന്നർത്ഥം. ഈ നിലക്കുള്ള പേരുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫൈനക്ക് തക്കോരു അസമ്മഹുവ, അവിടെ ഈ പേരിട്ട ആളുകളുണ്ടോ എന്ന് വേറെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഫലാ യക്കൂനു, അവിടെ ഉണ്ടാവൂല. ഉണ്ടാകാതിരിക്കുമ്പോ യക്കൂലുവാൻ പറയും, ലാ എന്ന് പറയും. ആയതുകൊണ്ട് ഈ ജാതി പദങ്ങളുള്ള പേരുകൾ കുട്ടികൾക്ക് ഇടരുത്. ആ പേരുകൾക്ക് അർത്ഥം മോശമായത് കൊണ്ടല്ല, ഒരു അപലക്ഷണം അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജാതി പേരുകൾ ഇടരുത് എന്ന് ഈ ഹദീസിന്റെ ബാക്കിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ നമുക്ക് ഇത് കാണാൻ കഴിയുന്നതാണ്. ദിക്റുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ, അത് 100 പ്രാവശ്യം രാവിലെയും 100 പ്രാവശ്യം വൈകുന്നേരവും പറയുക. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നു, ലാ നഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്റുകൾ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസത്തിൽ എനിക്ക് ഏറ്റവും മെഹബൂബായിട്ടുള്ളത് ഇതിനേക്കാൾ വലിയൊരു ദിക്റില്ല. മിമ്മാ തലഅത അലൈഹി ശംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന പ്രപഞ്ചം മുഴുവനും, ഭൂലോകം മുഴുവനും സൂര്യപ്രകാശം എത്തുമല്ലോ. അങ്ങനെയുള്ള ഈ പ്രപഞ്ചം മുഴുവനും എനിക്ക് കിട്ടിയാൽ അതും എനിക്ക് പോരാ, അതിന് പകരം എനിക്ക് ഈ ദിക്റുകളാണ് എനിക്ക് ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഉബാദ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അദ്ദേഹം പറയുന്നു, മൻ തആറ മിനൽ ലൈൽ ഫഖാല ഹീന യസ്തയഖിൽ, ഒരുത്തൻ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് അവൻ നേരം പുലർന്ന് എഴുന്നേറ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി സുമ്മ ദആ റബ്ബി ഗ്ഫിർലി. ഒരു മനുഷ്യൻ നേരം മുടന്ന് എഴുന്നേറ്റിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും പറഞ്ഞിട്ട് റബ്ബി ഗ്ഫിർലി എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ, വലീദ് എന്നവർ പറയുന്നത് അവൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉസ്തുജീബ ലഹു, അവന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതാണ്. ഫയൻകാമ, അവൻ എഴുന്നേൽക്കുകയും തവല്ലാ ഒതുടുക്കുകയും ചെയ്ത് സുമ്മ സല്ലാ, എന്നിട്ട് അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഖുബിലത്ത് സലാത്തുഹു, അവന്റെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഉബാദ് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒരു റജുൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഇന്നി ലാ അസ്തതിഉ അൻ ആഖുദ മിനൽ ഖുർആനി ഷൈഅ, എനിക്ക് ഖുർആനിൽ നിന്ന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല നബിയെ, ആയതുകൊണ്ട് ഫഅല്ലിംനി മാ യുജിഉനി മിൻഹു, എനിക്ക് ഖുർആൻ ഓതുന്നതിന് പകരം മതിയാകുന്ന വല്ലതും എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് നീ പറഞ്ഞോ എന്ന് ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു.
ഖാല യാ റസൂലല്ലാഹ് ഹാദാ ലില്ലാഹി അസ്സ വജല്ല, ഇതൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ കുറിച്ചാണല്ലോ പറയുന്നത്. ഫമാലി, എനിക്ക് ഉപകാരപ്പെടുന്നത് എന്താണ് ഇതിലുള്ളത്? ഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുൽ അല്ലാഹുമ്മ റഹംനി വറുസുഖ്നി വആഫിനി വഹ്ദിനി എന്ന് നീ പറഞ്ഞോ. ഫലമാ ഖാല ഹാകദാ ബിയദിഹി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ഹാദാ ഫഖദ് മലഅ ബിയദിഹി മിനൽ ഖൈർ. ഈ മനുഷ്യനെ പോയപ്പോൾ അല്ലാഹു റസൂൽ അയാളെ കുറിച്ച് പറഞ്ഞു, ആ മനുഷ്യൻ എല്ലാ ഖൈറുകളും വാരിക്കൂട്ടിയിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ പതിവാക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ കേട്ടു, ലഖീതു ഇബ്രാഹിം ലൈലത ഉസ്രിയ ബി, ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഞാൻ കണ്ടു ഇസ്രായിന്റെ രാത്രിയിൽ, ഇസ്രാ മിഅ്റാജ് നടന്ന രാത്രിയിൽ. ഫഖാല, ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞു, യാ മുഹമ്മദ് അക്രി ഉമ്മത്തക മിന്നിയസ് സലാം, എന്റെ സലാം നിന്റെ ഉമ്മത്തിന് ഇനി പറയണം. വഅഖ്ബിറുഹും, അവരോട് പറയണം, അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ, ജന്നത്ത് എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ മണ്ണുള്ള സ്ഥലമാണ്. അദബത്തുൽ മാ, ശുദ്ധജലം കിട്ടുന്ന സ്ഥലമാണ്. വഇന്നഹാ ഖീആനുൻ, അവിടെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ് അവിടെയുള്ളത്. വഇന്ന ഖിറാസഹാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഈ ഭൂലോകത്തിൽ നിന്ന് ഇറക്കാനുള്ള വിത്താണ് ഈ ദിക്റുകൾ. ഈ ദിക്റുകൾ ഇവിടെ വിത്തിറക്കി കഴിഞ്ഞാൽ നാളെ ആഖിറത്തിലാണ് അതിന്റെ ഫലം. ഇവിടെ വിത്ത് ഇറക്കും തോറും ആ ഫലപുഷ്ടിയുള്ളതായ മണ്ണിൽ അത് വിഭവ സമൃദ്ധമായ ഒരു ശേഖരം തന്നെ, വിഭവങ്ങൾ തന്നെ നിനക്ക് അവിടെ മുളപ്പിക്കാൻ ഉതകുന്ന നിലക്ക് ഉള്ള ദിക്റുകളാണ് ഇത്. അതുകൊണ്ട് ഈ ദിക്റുകൾ ചെല്ലാൻ നിന്റെ ഉമ്മത്തിന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. അത്രയും അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന് പറയുന്ന ദിക്റാണ് ഇത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വമ്മൽ ബാഖിയാത്തുസ് സാലിഹാത്ത് വഫീ ഹാദിഹി തബ്ശീറുൽ ലിഖാഇ ഹാദിഹിൽ കലിമ ബിൽ മൗത്തി അലൽ ഇസ്ലാം, ഇത് ചെല്ലുന്ന വ്യക്തി മുസ്ലിമായി മരിക്കുന്നത് കൊണ്ടുള്ള ഒരു ശുഭസൂചന ഇതിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഹിയ സബബുൻ ലിദുഹൂരി ഖാഇലിഹാ ലികസ്റത്തി അഹ്ജാരിഹി ഫീഹാ, ആ സ്വർഗ്ഗലോകത്ത് വലിയ ഒരു വൃക്ഷസമ്പത്തിന്റെ ഉടമയായി തീരുവാനും ഇത് നിമിത്തം കഴിയും എന്നതിന്റെക്കുള്ള ഒരു ശുഭസൂചന ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വഅമൽ ബാഖിയാത്തുസ് സാലിഹാത്തുല്ലത്തി യുഹത്തിത്തുനൽ ഖതായാ കമാ തുഹത്തുശ് ശജറ വറഖഹാ ഫഹാദിഹിൽ അർബഉൽ കലിമാത്ത്, എല്ലാ പാപങ്ങളെയും തകിടുമറിക്കുന്ന, പൊട്ടിച്ചു കളയിക്കുന്ന, പുറത്തു കൊടുക്കുന്നതായ ദിക്റുകൾ, അത് ഏത് ദിക്റുകളാകുന്നു? ഈ ദിക്റുകൾ തന്നെയാണ് എന്നും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതില്ലത്തുൽ വിറതി വറാത്തിബ് എന്ന ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഈ ദിക്റിന്റെ ബഹുമാനങ്ങൾ പറയുന്നുണ്ട്. ഹിസ്നുൽ ഹസീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അമാ യസ്തതി അഹദുക്കും മിസ്ല അഹദിൻ മിസ്ല ഉഹുദിൻ അമല, ഉഹദ് പർവ്വതത്തോളം മതിയാകുന്ന ഒരു ദിക്ർ ചെല്ലാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അയ്യാമല മിസ്ല ഉഹുദിൻ അമല, ഉഹദ് പർവ്വതത്തിനോട് സമാനമാകുന്ന ഒരു ദിക്ർ, അതിന്റെ അത്രയും ബഹുമാനമുള്ള ഒരു ദിക്ർ, പ്രതിഫലം അത്രയും മികച്ചു നിൽക്കുന്നതായ ഉഹദ് പർവ്വതത്തിന് സമാനമാകുന്ന ദിക്ർ ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമോ? യാ റസൂലല്ലാഹ് വമൻ യസ്തതിഉ ദാലിക, അത്ര വലിയ പർവ്വതം, ഉഹദ് പർവ്വതത്തിനോട് സമാനമായ ദിക്ർ ആർക്കാ ചെയ്യാൻ കഴിയുക? കാല, അവിടുന്ന് പറഞ്ഞു, കുല്ലുക്കും യസ്തതിഉഹു, നിങ്ങൾക്കൊക്കെ അതിന് കഴിയും. കാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ഇത്രയും ബഹുമാനപ്പെട്ട ദിക്ർ, ഏതാണ്? ഉഹദ് പർവ്വതത്തിന് സമാനമാകുന്ന അത്രയും ഉയരത്തിൽ കൂലി വാരിക്കൂട്ടാൻ ഉതകുന്ന ദിക്ർ ഏതാണ്? അവിടുന്ന് ചോദിച്ചു, ആ സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാതാ, ഏതാണ് യാ റസൂലല്ലാഹ്, മാതാ, ഏതാണത്? കാല, അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹി അഅ്ളമു മിൻ ഉഹദ്, സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ഉഹദ് പർവ്വതത്തിനേക്കാൾ വലുതാണ് എന്ന് വെച്ചാൽ ഉഹദ് പർവ്വതത്തിന് സമാനമായ സവാബുകൾ ഈ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അവന് കിട്ടും. അതുപോലെ തന്നെ വൽഹംദുലില്ലാഹി അഅ്ളമു മിൻ ഉഹദ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ഉഹദ് പർവ്വതത്തിനേക്കാൾ മഹത്തായതാണ് എന്ന് പറഞ്ഞാൽ ആ ഉഹദ് പർവ്വതത്തിന് സമാനമാകുന്ന കൂലി, അത്രയും നിറക്കാവുന്ന കൂലി അവൻ അല്ലാഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു അഅ്ളമു മിൻ ഉഹദ് വല്ലാഹു അക്ബർ അഅ്ളമു മിൻ ഉഹദ്, ഈ ദിക്റുകളാകുന്നു
ഉഹദ് പർവ്വതത്തിനേക്കാളൊക്കെയും അത്രയും സമാനമായ സവാബ് കിട്ടുന്നതായ ദിക്റെന്ന് ഹബീബായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. വീണ്ടും അടുത്ത് പറയുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറ. ഈ ദിക്ർ ഒരു മനുഷ്യൻ 100 വട്ടം ചൊല്ലിയാൽ കാനത്ത് ലഹു അദ്ലു അശ്രി റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ചതിന് സമാനമായ കൂലി അവന് കിട്ടും. കുതിബ ലഹു മിഅതു ഹസന, അതിന് പുറമെ 100 ഹസനത്തുകൾ അവന് രേഖപ്പെടുത്തും. വമുഹിയത്തൻഹു മിഅതു സയ്യിഅ, 100 സയ്യിഅത്തുകൾ അവനിൽ നിന്ന് ദൂരീകരിക്കും. വകാനത്ത് ലഹു ഹിർസൻ മിനശ് ശൈത്വാൻ യൗമഹു ദാലിക ഹത്താ യുംസിയ, വൈകുന്നേരം ആകുന്നവരെയും പിശാചിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വം ഈ ദിക്ർ നിമിത്തം അവന് കിട്ടും. വലം യഅതി അഹദും യഅഫ്ളു മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദും അമില അക്സറ മിൻ ദാലിക, ഇവൻ ഇതിനോട് സമാനമായ ഒരു വ്യക്തിയും ഒരു ദിക്റും ചൊല്ലിയിട്ടുണ്ടാകൂല ഇതുപോലെ ചൊല്ലിയ വ്യക്തികളല്ലാതെ. അതുപോലെ ആരും ചെല്ലാത്ത എല്ലാരേക്കാളും ഒക്കെ കൂലി കിട്ടുന്നതായ ഒരു ദിക്റാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ദിവസവും 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിന് സമാനമാകുന്ന വേറെ ദിക്റും ചൊല്ലാനില്ല. 100 ഹസനത്തുകൾ അവൻ രേഖപ്പെടുത്തുകയും 10 അടിമകളെ മോചിപ്പിച്ച് കൂലി കിട്ടുകയും അതുപോലെ തന്നെ 100 സയ്യിഅത്തുകൾ അവന് പൊറുക്കപ്പെടുകയും അന്നേ ദിവസം പകൽ അവന്റെ പിശാചിൽ നിന്ന് അവന് മോചനം കിട്ടുന്നു. രാത്രി ചെല്ലുകയാണെങ്കിൽ രാത്രിയിൽ പിശാചിന്റെ മോചനവും പിശാചിൽ നശ്ശറിൽ നിന്നുള്ള മോചനവും അവന് കിട്ടുകയും ചെയ്യുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ബഹുമാനപ്പെട്ട മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എഴുതി. എന്താ എഴുതിയത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ ദുബരി കുല്ലി സലാത്തിൻ ഇദാ സല്ലമ, ഓരോ നിസ്കാര ശേഷവും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന ഈ ദിക്ർ പറയാറുണ്ടെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടെന്ന് ആര് പറയുന്നു? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാരിദുൽ മൗലൽ മുഗീറത്ത് ബിൻ ശുഅബയുടെ മൗലയാകുന്ന വറാദ് എന്ന മഹാൻ അദ്ദേഹം പറഞ്ഞതാണ്, മുഗീറത്ത് ബിൻ ശുഅബ മുആവിയ റളിയല്ലാഹു അൻഹു എഴുതിയ എഴുത്തിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരുപാട് ബഹുമാനങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റിന്റെ ബഹുമാനങ്ങൾ ധാരാളം പല കിതാബുകളിലും രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ വിർദുൽ ലത്തീഫിലുള്ള വേറെ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി അദദ ഖൽഖിഹി വസിനത്ത അർശി മിദാദ കലിമാതിഹി ഒരു ദിക്റുണ്ട് അതിൽ. പിന്നെ വേറെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി അദദ ഖൽഖിഹി റിളാ നഫ്സി സിനത്ത അർശിഹി മിദാദ കലിമാതിഹി എന്നൊരു ദിക്ർ. അതിനും ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ജുവൈരിയ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വാൻ റസൂൽ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തുപോയി സുബഹി സമയത്ത് സുബഹിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ദുഹാ സമയം കഴിഞ്ഞിരുന്നു. അതുവരെയും ജുബൈരിയ ബീബി റളിയല്ലാഹു അൻഹു ആ വിരിപ്പിൽ തന്നെ ഇരിക്കുകയാണ്, നിസ്കരിച്ച അതേ മുസല്ലയിൽ. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഞാൻ പോകുമ്പോഴുണ്ട അതേ അവസ്ഥയിൽ തന്നെ ഇതുവരെയും നിങ്ങൾ ഇരിക്കുകയായിരുന്നുവോ? അവിടുന്ന് മഹദി പറഞ്ഞു, അതെ. മഹാത്മ മുന്നിൽപ്പെട്ട മഹദി പറഞ്ഞു, ഞാനിവിടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന്. ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയതിൻ്റെ ആ കൂലി നിങ്ങൾ ഇതുവരെയും ചൊല്ലിയതായ ദിക്റുകൾക്കൊക്കെയും സമാനമായ ഒരു ദിക്റാണത്. ആ ഒരു ദിക്ർ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുവൈരിയ ബീവി റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന ദിക്ർ മഹദിക്ക് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. 3 പദം. ഈ 3 പദങ്ങൾ 4 പദങ്ങൾ 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ
ഇതിനെ കവച്ചു വെക്കുന്ന ഒന്നും ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി സനത അർശിഹി വദാദ കലിമാതിഹി. അങ്ങനെയും വേറൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറൊന്നാണ് സുബ്ഹാനല്ലാഹി അദദ ഖലഖ ഫിസ് സമായി, സുബ്ഹാനല്ലാഹി അദദ ഖലഖ ഫിൽ അർള്, സുബ്ഹാനല്ലാഹി അദദ ബൈന ദാലിക, സുബ്ഹാനല്ലാഹി അദദ ഹുവ ഖാലിഖുൻ, അൽഹംദുലില്ലാഹി അദദ ഖലഖ ഫിസ് സമായി, അൽഹംദുലില്ലാഹി അദദ ഖലഖ ഫിൽ അർള്, അൽഹംദുലില്ലാഹി അദദ ബൈന ദാലിക, അൽഹംദുലില്ലാഹി അദദ ഹുവ ഖാലിഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ഖലഖ ഫിസ് സമായി, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ഖലഖ ഫിൽ അർള്, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ബൈന ദാലിക, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ഹുവ ഖാലിഖ്, അല്ലാഹു അക്ബർ അദദ ഖലഖ ഫിസ് സമായി, അല്ലാഹു അക്ബർ അദദ ഖലഖ ഫിൽ അർള്, അല്ലാഹു അക്ബർ അദദ ബൈന ദാലിക, അല്ലാഹു അക്ബർ അദദ ഹുവ ഖാലിഖ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം അദദ ഖലഖ ഫിസ് സമായി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം അദദ ഖലഖ ഫിൽ അർള്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം അദദ ബൈന ദാലിക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം അദദ ഹുവ ഖാലിഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൻ്റെയൊക്കെ സവാബുകളൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മിസ്ബാഹി ഇബാദിർ റഹ്മ അദദ മാ ഫീ ഇൽമില്ലാ സ്വലാത്തും വസലാമുൻ ദായിമൈനി ബിദവാമി മുൽക്കില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അദദ കുല്ലി ദർറത്തിൻ അൽഫ് മറ. ഇങ്ങനെ തുടങ്ങിയ ദിക്റുകളുടെ സമാഹാരമാണ് വിർദുൽ ലത്തീഫിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെയൊക്കെ ബഹുമാനം എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഹീഹായ ദിക്ർ ഹദീസുകളിൽ വന്ന ദിക്റുകളാണ് ഈ ദിക്റുകളെല്ലാം. അതുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിക്റുകളൊക്കെ ദിവസവും പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ റഹ്മാൻ റഹീമായ റബ്ബേ, നിന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. വല്ല പിഴവുകളും എന്നിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നാഥാ നീ എനിക്ക് പുറത്തു തരണം. ഇത് കേൾക്കുന്ന ആളുകൾക്കും എനിക്കും എല്ലാം ഇത് നിത്യവും പതിവാക്കുവാൻ പടച്ചവനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. പടച്ചവനെ നിനക്കാണ് എല്ലാ ഇൽമും, ഞങ്ങൾക്കൊന്നും അറിയില്ല അല്ലാ. ഞങ്ങൾക്ക് അറിയാവുന്നതിനൊക്കെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ തമ്പുരാനെ. ഈ ലോകത്ത് പരലോകത്തും ഈ ലോകത്തും ഞങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള വഴികളൊക്കെ നിന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കഴിയുന്നത് പോലെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. എല്ലാ രാവിലെയും വൈകുന്നേരവും ദിക്ർ കൊണ്ട് ശുഗലായി എല്ലാ സമയത്തും അസ്സാകിറൂനല്ലാഹ കസീറൻ വസാകിറാത്ത് എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞ ആ കൂട്ടരിൽ ധാരാളം ദിക്ർ ചൊല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് നിന്റെ ഖുർആനിൽ പ്രതിപാദിച്ച ആളുകളിൽ ഒരുപാട് മഹത്വങ്ങൾ അവർ കൊണ്ടെന്ന് നീ വിവരിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലാഹ്. അങ്ങനെയുള്ള ആ കൂട്ടരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ധാരാളം ദിക്റുകൾ ചെല്ലാനും സ്വലാത്തുകൾ അധികരിപ്പിക്കുവാൻ റഹ്മാൻ റഹീമായ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ഈ എളിയവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.